പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത് വചനം അടയാളപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്വതന്ത്ര ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. രാജ്യം അതിൻ്റെ 80-ാം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൊളോണിയൻ ശക്തികളുടെ കരങ്ങളിൽ നിന്ന് മോചനം നേടി ഇന്ത്യ എന്ന മഹാരാജ്യം ഇക്കാണുന്ന നിലയിലേക്കുള്ള വളർച്ചയിലേക്ക് നടന്നു നീങ്ങിയിട്ട് 79 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ ദിവസം ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ദിനത്തിനായി പോരാടിയ സ്വതന്ത്ര സമര സേനാനികൾക്കും നേതാക്കൾക്കും ആദരവ് അർപ്പിക്കുന്നു. രാജ്യത്തുടനീളം പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, വിവിധ പരിപാടികൾ, ദേശീയഗാനമായ ജനഗണമന ആലാപനം എന്നിവയോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. സ്കൂളിലും സർക്കാർ ഓഫീസുകളിലും വിപുലമായ ചടങ്ങുകളാണ് ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മദ്രസകളിലും ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്വാതന്ത്ര്യദിനം ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് എൻ്റെ ഗ്രാമം, അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി തോട്ടായി നൂറുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ വെച്ച് സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇതുവരെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്നതും. പ്രിയമുള്ളവരെ, 2 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായി മാറിയത്. ആയിരക്കണക്കിന് സ്വതന്ത്ര സമര സേനാനികളുടെ ത്യാഗത്തിൻ്റെയും അഹിംസാധിഷ്ഠിത പോരാട്ടങ്ങളുടെയും ഫലമായി ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഓരോ ഭാരതീയനിലും ദേശഭക്തിയും ഐക്യബോധവും ഉണർത്തുന്ന ഒരു ദിനം കൂടിയാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ഐശ്വര്യവും സന്തോഷത്തിൻ്റെ ഒക്കെ പുറകിൽ ഒത്തിരി ആളുകളുടെ ജീവൻ ബലി നൽകിയും ത്യാഗവും കണ്ണീരും പ്രയാസവും കഷ്ടപ്പാടുമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം മറന്ന് പോരാടിയ മഹത്തുക്കളെ ഓർമ്മിക്കാനും അവർ നമുക്ക് വേണ്ടി കരുതിയ ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാനും നമുക്കിടയിലെ ഐക്യവും സാഹോദര്യവും നിലനിർത്താനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയമുള്ള പ്രേക്ഷകർക്കെല്ലാം ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.